ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മൊറീഷ്യസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പുതിയ വികസന പദ്ധതികൾക്ക് ഇന്ത്യ ലക്ഷ്യമിടുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 85,000 കോടി രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികൾ ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. കൊല്ലം തിരുപ്പതി ദ്വൈവാര എക്സ്പ്രസിന്റെ ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിക്കും. ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തുന്ന മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് പൌരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ. ബന്ധപ്പെട്ട ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി നടന്നു. DRDO ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികൾക്ക് റംസാൻ ആശംസകൾ നേർന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ UP വാരിയേഴ്സിനെതിരെ ഗുജറാത്ത് ജയന്റ്സിന് ജയം. വാർത്തകൾ വിശദമായി. ഇന്ത്യ മൊറീഷ്യസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പുതിയ വികസന പദ്ധതികൾക്ക് ഇന്ത്യ ലക്ഷ്യമിടുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കഴിഞ്ഞ ദശാബ്ദത്തിൽ ഇന്ത്യ മൊറീഷ്യസ് ബന്ധം ശക്തിപ്പെട്ടതായും വിവിധ മേഖലകളിൽ ഉയർച്ച കൈവരിച്ചതായും ശ്രീമതി മുർമു പറഞ്ഞു. മൊറീഷ്യസിലെ പോർട്ട് ലൂയിസിൽ ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കെടുത്ത ശേഷം ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. ജനാധിപത്യം, നാനാത്വം, വികസനം എന്നിവയിൽ മൊറീഷ്യസ് ഉത്തമ ഉദാഹരണമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. മൊറീഷ്യസ് ദേശീയ ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനായി ഇന്നലെയാണ് രാഷ്ട്രപതി മൊറീഷ്യസിലെത്തിയത്. മൊറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീന്ദ് കുമാർ ജുഗ്നൌത്ത്, മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. തലസ്ഥാനമായ പോർട്ട് ലൂയിസിലെത്തിയ രാഷ്ട്രപതിക്ക് ഉജ്ജ്വല വരവേൽപ്പ് നൽകി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെത്തും. അഹമ്മദാബാദിൽ 85,000 കോടി രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികളുടെ ശിലാസ്ഥാപനവും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ, സെക്കന്ദരാബാദ് വിശാഖപട്ടണം, മൈസൂരു ചെന്നൈ, പട്ന ലക്നൌ, ന്യൂ ജൽപായ്ഗുഡി പട്ന, പുരി വിശാഖപട്ടണം, ലക്നൌ ഡെറാഡൂൺ, കലബുർഗി ബംഗളൂരു തുടങ്ങി 10 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ 2 ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 51 ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനലുകൾ, 1500 ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്ന സ്റ്റാളുകൾ എന്നിവയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 1915-ൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തി മഹാത്മാഗാന്ധി സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമമായ പുനർവികസിപ്പിച്ച കൊച്ചാപ് ആശ്രമം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൊല്ലം തിരുപ്പതി ദ്വൈവാര എക്സ്പ്രസ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മംഗളൂരു യാത്രയ്ക്കും പ്രധാനമന്ത്രി പച്ചക്കൊടി വീശും. രാവിലെയാണ് ഉദ്ഘാടന യാത്ര. വിവിധ സ്റ്റേഷനുകളിൽ ഉദ്ഘാടന ചടങ്ങ് ഓൺലൈനിൽ പ്രദർശിപ്പിക്കും. ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കും. തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതാണ് മംഗളൂരുവിലേക്ക് നീട്ടിയത്. നാളെ മുതൽ പതിവ് സമയപട്ടിക പ്രകാരം ഓടിത്തുടങ്ങുമെന്ന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മേധാവി പറഞ്ഞു. പാലക്കാട് ഡിവിഷനിലെ 24 റെയിൽവേ സ്റ്റേഷനുകളിലെ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം സ്റ്റാളുകളുടെയും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ജൻ ഔഷധി കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. റെയിൽവേ സ്റ്റേഷനുകളിൽ ജൻ ഔഷധി കേന്ദ്രങ്ങൾ തുടങ്ങുന്ന പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ കേന്ദ്രമാണ് ഇന്ന് പാലക്കാട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പൌരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ. ഇതു സംബന്ധിച്ച ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു വാഗ്ദാനം കൂടി പാലിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പൌരത്വം എടുത്തുകളയാനുള്ളതല്ല, മറിച്ച് പൌരത്വം നൽകാനുള്ളതാണ് ഭേദഗതിയെന്ന് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. 1955-ലെ പൌരത്വ നിയമമാണ് ഭേദഗതി ചെയ്തത്. 2019 ഡിസംബർ 12-ന് നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. പൌരത്വ നിയമ ഭേദഗതി ചട്ടം 2024 എന്നായിരിക്കും ഇത് അറിയപ്പെടുക. 2014 ഡിസംബർ 31-ന് മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങൾക്ക് പൌരത്വം നൽകുകയാണ് ലക്ഷ്യം. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മതപീഡനത്തിനിരകളായി ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തുന്നവർക്കാണ് പൌരത്വം നൽകുക. പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് മാന്യമായ ജീവിതം ഉറപ്പാക്കാനും സാംസ്കാരികവും ഭാഷാപരവും സാമൂഹികവുമായ സ്വത്വം സംരക്ഷിക്കാനും ഇതിലൂടെ സാധ്യമാകും.
പൌരത്വ നിയമ ഭേദഗതിയിലൂടെ ആരുടെയും പൌരത്വം നഷ്ടമാവുകയില്ല. അയൽരാജ്യങ്ങളിൽ കഷ്ടതയനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയെന്ന ഭരണഘടനയുടെ അന്തസത്തയ്ക്കനുസരിച്ചുള്ള വാഗ്ദാനമാണ് നിറവേറ്റപ്പെടുന്നത്. പൌരത്വത്തിനുള്ള അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനായി സമർപ്പിക്കണമെന്നും അതിനായി ഒരു വെബ് പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയ വക്താവ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിൽ പൌരത്വ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ബിജെപി പുറത്തെടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ കോൺഗ്രസും യുഡിഎഫും അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15നും 19നും കേരളത്തിൽ സന്ദർശനം നടത്തുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 15ന് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 19ന് പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി നടന്നു. മിഷൻ ദിവ്യാസ്ത്രയുടെ വിജയത്തോടെ MIRV സാങ്കേതിക ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഒരു മിസൈലിനെ ഒന്നിലധികം യുദ്ധമുഖങ്ങളിൽ വിന്യസിപ്പിക്കാനാകും എന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണ വിജയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സമൂഹ മാധ്യമത്തിലൂടെ DRDO ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ട് സംബന്ധിച്ച വിശദവിവരങ്ങൾ കൈമാറാൻ SBIക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ കൈമാറണം. അധിക സമയം അനുവദിക്കണമെന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപേക്ഷ കോടതി തള്ളി. 2008ലെ മലേഗാവ് സ്ഫോടന കേസിൽ പ്രഗ്യാസിംഗ് ഠാക്കൂറിന് വാറണ്ട് പുറപ്പെടുവിച്ച് മുംബൈ കോടതി. കേസിൽ മൊഴി രേഖപ്പെടുത്താൻ ഹാജരായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം ലഭിക്കാവുന്ന വാറണ്ട് പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മാസപ്പിറവി കണ്ടതോടെ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. ഇന്ന് റംസാൻ ഒന്നായിരിക്കുമെന്ന് ഖാസിമാരായ സമസ്ത കേരള ജംഇയ്യത്തുള്ള ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികൾക്ക് റംസാൻ ആശംസകൾ നേർന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ UP വാരിയേഴ്സിനെതിരെ ഗുജറാത്ത് ജയന്റ്സിന് ജയം. 153 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന UP വാരിയേഴ്സിന് 20 ഓവറിൽ 5 വിക്കറ്റിന് 144 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ദീപ്തി ശർമ്മ 60 പന്തിൽ 88 റൺസ് നേടി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ബെലറൂസ് വിദേശകാര്യമന്ത്രി സിർഗെയി അലിനീക് ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഇന്ന് അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ബെലറൂസ് ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിലും ഇരുവരും ചർച്ച നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ തീരുമാനം നൽകുന്നത് ലക്ഷ്യമിട്ടായിരുന്നു യോഗം. ഇത് 2ാം വട്ടമാണ് BJP യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ എന്നിവർ പങ്കെടുത്തു. തൃശൂർ മെഡിക്കൽ കോളേജിലെ 606.46 കോടിയുടെ നിർമ്മാണ പദ്ധതികളുടെയും 11.4 കോടിയുടെ പ്രവർത്തന പദ്ധതികളുടെയും ഉദ്ഘാടനം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മുഖഛായ മാറ്റുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ദില്ലി ഗ്രാമോദയ പദ്ധതിയുടെ ഭാഗമായി ഡൽഹിയിലെ 41 ഗ്രാമങ്ങളിൽ പ്രകൃതിവാതക പൈപ്പ് കണക്ഷൻ ഉദ്ഘാടനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. 178 ഗ്രാമങ്ങളിൽ 380 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കമിട്ടു. 2014 മുതൽ 1 കോടിയിലേറെ പ്രകൃതിവാതക പൈപ്പ് കണക്ഷനുകൾ സ്ഥാപിക്കാനായതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മൊറീഷ്യസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പുതിയ വികസന പദ്ധതികൾക്ക് ഇന്ത്യ ലക്ഷ്യമിടുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 85,000 കോടി രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികൾ ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. കൊല്ലം തിരുപ്പതി ദ്വൈവാര എക്സ്പ്രസിന്റെ ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിക്കും. ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തുന്ന മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് പൌരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ. ബന്ധപ്പെട്ട ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം.
ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി നടന്നു. DRDO ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികൾക്ക് റംസാൻ ആശംസകൾ നേർന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ UP വാരിയേഴ്സിനെതിരെ ഗുജറാത്ത് ജയന്റ്സിന് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.